സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേരെയുള്ള ഫ്രൂട്ട്സും തൈകളാണ്. ഇതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ മൂച്ചിൻ്റെ പേരാണ് സീസൺ മൂച്ച്. ഇത് അധികം വലുതാവുന്നില്ല. ഇത് ബുഷിൻ്റെ മാതിരി ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്ന അങ്ങനത്തെ ടൈപ്പ് മൂച്ചയാണ്. ഇത് എല്ലാ കൊല്ലത്തിലും ഇത് കായ്ക്കുന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിമൊരു മാങ്ങ നമുക്ക് കഴിക്കണം. നമുക്കൊന്ന് അർത്ഥറിയാലോ. നമ്മൾ രണ്ട് മൂച്ച വാങ്ങിയിട്ടില്ലേ. ഒന്ന് ഈ മൂച്ചി, നമ്മൾ മാങ്ങാച്ചാർ മൂച്ചി. ഇത് രണ്ട് ഈ തരത്തിൽ കുഴിച്ചിടാനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇപ്പൊ വേറെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സും തൈകളുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ വെള്ള ഞാവൽപ്പഴം നല്ല മധുരമാണെന്ന് കേട്ടിട്ടുള്ളത്. 2 കൊല്ലക്കാകുമ്പോഴത്തേന് ഇത് കായ്ക്കുന്നതാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നുള്ളത് ഇതാണ് നമ്മളെ അബിയപ്പഴം. എല്ലാ തൈകൾക്കും 2 കൊല്ലം പ്രായമാണ്. അങ്ങനെ മേടിച്ചപ്പോൾ കുറച്ച് വലുപ്പം, ഇത്ര വലുപ്പം ഉണ്ടാവുള്ളൂ. ഇത്രയും വലുപ്പമാണ്. പിന്നെ ഇതാണ് നമ്മളെ സ്റ്റീലോപ്പേര. ഇതിന്റെ ഉള്ളിൽ നല്ല ചോപ്പയാരം. ഇത് നമുക്ക് 2 പ്രാവശ്യം വലിയ കായ്ച്ചിട്ടാ. ഞങ്ങൾ വെച്ച തൈകളൊക്കെ ഹോം ഗ്രൗണ്ട് പറഞ്ഞ ഒരു കമ്പനീൻ്റെ ആണ്. ഇതാണ് നമ്മളെ പിലാവ്. ഇതിന്റെ പേര് വിയറ്റ്നാം ഏളി. ഇത് നമ്മളെ എല്ലാത്തിൻ്റെ ഒപ്പം കുഴിച്ചിട്ട് തന്നെയാണ്. ഇത് ഒരു കൊല്ലം കൊണ്ട് കാഴ്ച. ഇപ്രാവശ്യം ഇത് പൂവിട്ടിരുന്നു. പക്ഷെ അത് കൊയിഞ്ഞു പോകാൻ അടുത്ത പ്രാവശ്യം എന്തായാലും കാഴ്ചയാണ്. പിന്നെ അടുത്തത് മൂച്ചാണ്. ഇതിന്റെ പേര് എന്നാണ്. ഇത് 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും. പക്ഷെ പൂവിട്ടിരുന്നു പ്രാവശ്യം. പക്ഷെ കഴിച്ചില്ല എന്താന്ന് അറിയില്ല. അപ്പൊ അടുത്ത് നമ്മളെ മൂച്ചാണ്. ഇതിന്റെ പേര് കാലപ്പാടി എന്നാണ്. അപ്പൊ കുറച്ച് കഴിച്ചിരുന്നോളൂ. ഈ പ്രാവശ്യം കഴിച്ചോളൂ, കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചോളൂ. നമ്മൾ അർത്ഥക്കണ കേട്ടാ. അടുത്ത മൂച്ചി ഇതാണ്. പൂട്ടിട്ടൊന്നില്ല, കഴിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ കുറച്ചും കൂടി വലുതാവേണ്ട മൂച്ചാണ്. പിന്നെ അടുത്തത് നമ്മളെ ബനാന സപ്പോർട്ടാണ്. ഇത് കുറേ കഴിച്ചിന്. കൊല്ലം കഴിച്ചിന്. നല്ല മധുരമുള്ള വലിപ്പമുള്ള സപ്പോർട്ടാണ്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ബൈ.